ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ലീഗിൻ്റെ കൊടി ഒടിച്ചു പോയി എന്നാ പറയുന്നത്. അത് ലീഗിൻ്റെ കൊടിയാണോ? അത് ലീഗിൻ്റെ കൊടിയല്ല. ലീഗിൻ്റെ ഒറിജിനൽ കൊടി ഞങ്ങളെടുത്താണ്. അതിപ്പോഴല്ല, ഒരുപാട് കാലമായിട്ട് ഞങ്ങളേക്ക് തന്നെ ഉണ്ട്. അതാരും കൊണ്ടുപോയിട്ടില്ല. ആ കൊടിയും പിടിച്ചത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, രാജീവ് ഗാന്ധിയുടെ കാലത്ത്, ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ഒക്കെ ഞങ്ങള് കോൺഗ്രസിന്റെ കൂടെ മുന്നണിയായി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ പിടിച്ച കൊടി എവിടുത്തെ കൊടിയാ? അതെന്ത് കൊടിയാണ്? അത് ഞങ്ങളിൽ നിന്ന് പിളർന്ന് അങ്ങോട്ട് ചെന്നപ്പോ അവരോട് പറഞ്ഞ് ഇതും കൊണ്ട് വന്നാൽ പറ്റൂല, നിങ്ങളുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞു. മുന്നണി മര്യാദന്റെ ഊക്ക് പറയണു. അവിടെ ചെന്നപ്പോ ബഹുമാനപ്പെട്ട സെക്രട്ടറി സാഹിബ് തെറ്റി. അവിടെ ചെന്ന സമയത്ത് ലീഗും പറഞ്ഞുകൊണ്ട് അടുത്ത മുന്നണിയിൽ വരേണ്ട, ആ പേരൊന്നും പറ്റൂല, പേര് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മാറ്റിയ പേരാണ് INL, ഇന്ത്യൻ നാഷണൽ ലീഗ്. ഇന്ത്യൻ നാഷണൽ ലീഗായി നാം മുസ്ലിം അതങ്ങ് മാറ്റി. അതേപോലെ തന്നെ കൊടി, ഏതാ കൊടി? കൊടികൾ മാറ്റാൻ പറഞ്ഞു. കൊടിൻ്റെ ചിഹ്നം പോയി, ബാക്കിയുള്ളതും പോയി, പേരും പോയി, ഊരും പോയി, കൊടിയും പോയി. ആ മുന്നണി ചെന്നപ്പോൾ ഉള്ളതൊക്കെ അവിടെ മടക്കി വെച്ച് ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞോലാണ് ഇപ്പോ ലീഗിന്റെ കൊടിയില്ല എന്നുള്ള പരാതി പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞങ്ങൾ രാഹുൽ ഗാന്ധി വരുമ്പോ ആരെ കൊടിയും പിടിക്കണ്ട എന്ന് വെച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളെ വടിമലാണ് നിങ്ങളെ കൊടിയുള്ളത്. ഞാൻ വെറുതെ പറയില്ല, ഗൂഡല്ലൂർ പോയി നോക്കി, കോൺഗ്രസിന്റെ കൊടിന്റെ താഴെ, എല്ലാത്തിൻ്റെയും താഴെ ആയിട്ട് CPM-ന്റെ കൊടി ഉണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് വിരോധം. ഞാനിപ്പോൾ തമിഴ്നാട് ചെന്ന് പ്രസംഗിച്ചില്ലേ, ഗംഗയുടെ മണ്ഡലത്തിൽ CPM-ന്റെ കൊടി ഉണ്ടാക്കണം. നമ്മളെ കൊടിൻ്റെ കൂടെ കോൺഗ്രസിന്റെ കൊടിൻ്റെ, നമ്മളെ വടി ഉണ്ടെങ്കിലേ ഓല കൊടി കെട്ടുള്ളൂ അവിടെ. അതാണ് സ്ഥിതി.